കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ് LDF ഉള്ളത്. അവിടെ കേരള സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ജനങ്ങളുമായി LDF സംവദിക്കുന്നത്. UDF ആകട്ടെ ഭരണം വിട്ടുകൊടുക്കില്ല എന്ന തരത്തിലുള്ള പ്രചാരണ പരിപാടികളും പ്രവർത്തനങ്ങളുമൊക്കെ UDF നടക്കുന്നുണ്ട്. അപ്പോൾ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തന വിശേഷങ്ങളെന്ന് കണ്ടുവരാം. 1978-ൽ കായണ്ണ പഞ്ചായത്ത് വിഭജിച്ചാണ് കൂരാച്ചുണ്ട് പഞ്ചായത്ത് രൂപീകരിച്ചത്. കഴിഞ്ഞ 15 വർഷമായി UDF ഭരിക്കുന്ന പഞ്ചായത്ത് പിടിച്ചെടുക്കാനായി തീവ്ര ശ്രമത്തിലാണ് LDF. ലോക കേരള സഭാംഗവും നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ കുഞ്ഞമ്മദ് കൂരാച്ചുണ്ട് ഉൾപ്പെടെയുള്ള ജനപ്രിയ സ്ഥാനാർത്ഥികളെയാണ് LDF രംഗത്തിറക്കിയത്. സമീപ പഞ്ചായത്തുകളൊക്കെ തന്നെ ഒരുപാട് വികസന മുന്നേറ്റം 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോൾ ഉണ്ടായ വികസന മുന്നേറ്റത്തിനൊപ്പം സഞ്ചരിച്ച പഞ്ചായത്തുകളാണ് മറ്റ് പഞ്ചായത്തുകൾ. ആ പഞ്ചായത്തുകൾ ഈ പഞ്ചായത്താണെങ്കിൽ വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. നല്ല പ്രതികരണമാണ് ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇടപെടൽ നല്ലപോലെ വർക്ക് ചെയ്തത് കാരണം ചെല്ലുമ്പോൾ നല്ല പ്രതികരണം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 14 വാർഡിലും വിജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. UDF ഭരിക്കുന്ന പഞ്ചായത്തിന്റെ വികസന മുരടിപ്പാണ് പ്രധാന ചർച്ചാ വിഷയം. പഞ്ചായത്ത് തലത്തിൽ റോഡുകൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, വീടുകളുടെ അവസ്ഥ, അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നുള്ള കുറച്ച് വിശ്വാസവും ബോധ്യവുമുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും LDF ഉയർത്തിക്കാട്ടുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.